ചാണ്ടി ഉമ്മൻ MLAക്ക് പുതുപ്പള്ളിയിൽ ജനങ്ങളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും സ്വീകരണം. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപായി പുതുപ്പള്ളി പള്ളിയിൽ പിതാവിന്റെ കല്ലറയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ പോയത്. പുതുപ്പള്ളി പള്ളിയുടെ മുന്നിലെത്തിയ ചാണ്ടി ഉമ്മനെ പ്രവർത്തകർ എടുത്തുയർത്തിയാണ് കൊണ്ടുവന്നത്. പിതാവിന്റെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം പിതാവിന്റെ ഓർമ്മയിൽ പൊട്ടിക്കരഞ്ഞു. പിന്നീട് മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വികാരാധീനനായാണ് മറുപടി പറഞ്ഞത്. താനെന്നും അടിയുറച്ച കോൺഗ്രസുകാരനാണെന്നും മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെന്ന രീതിയിൽ തന്റെ പേര് വലിച്ചിഴച്ചത് തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. താൻ ഇന്നുവരെയും ഒരു ഗ്രൂപ്പ് യോഗത്തിലും പങ്കെടുത്തിട്ടില്ലെന്നും പാർട്ടി വിരുദ്ധനായി തന്നെ ചിത്രീകരിക്കരുതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. എന്റെ പാർട്ടിയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച് ഇനി നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്കെതിരെ ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതൊക്കെ കേൾക്കരുള്ളത്. പക്ഷെ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. ഒന്ന് അപ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജോഷി ഫിലിപ്പ് ഉൾപ്പെടെ നിരവധി പേർ ചാണ്ടി ഉമ്മന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.